പിന്നെ ആ റൂമിലെത്തിയപ്പോ ജയിലിൽ അന്ന് അഫ്ഗാനിസ്ഥാനിൽ ഒരു പകല് മാത്രമേ തങ്ങിയുള്ളൂ. ഇവര് അത് കഴിഞ്ഞിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഇന്ററോഗേഷൻ ഓഫീസർ വന്നു. അപ്പൊ അവർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയാവൂ. ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഞാൻ യാത്ര ചെയ്യാൻ മാത്രമാണ്. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ഒരാഴ്ച ജയിലിൽ കിടക്കേണ്ടി വരും, നിങ്ങളെ ഫുള്ള് ചെക്ക് ചെയ്യും എന്താണ് സംഭവം എന്ന്. അപ്പം അതിങ്ങനെ പറഞ്ഞത് തന്നെ ഞാൻ കരയുന്നു, ഞാൻ ഫുള്ള് കരച്ചില്ല കരയുന്നു. അപ്പം പുള്ളിക്കാരന് എന്തോ തോന്നി കാണണം, ഇവൻ എന്താ നിരപരാധി ആയിരിക്കണം. കാരണം തീർച്ചയായിട്ടും സാധാരണ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല തീവ്രവാദി, മറ്റൊരു തീവ്രവാദി അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു നിന്റെ എല്ലാം ചെക്ക് ചെയ്യും, വലിയ പേടിക്കൊന്നും വേണ്ട, നീ എല്ലാം പറയണം. അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഞാൻ ഈ ഒരു ഫാമിലിയിലാണ്, ഇവരാണ് എന്നെ ഹോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോ അവർക്കൊരു സസ്പീഷ്യസ്. അവര് നേരെ പോയി, എന്നിട്ട് എന്നെ വേറൊരു റൂമിലിട്ടു. വേറൊരു ഓസ്ട്രേലിയൻ പ്രിസണർ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ റൂമിലിട്ട് അവര് പോയി. ഇതിന്റെ ഇടയിൽ എനിക്ക് വാഷ്റൂം ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ പോകാനൊക്കെ വീണ്ടും കണ്ണ് കെട്ടും, പോവും വരും. അപ്പോഴൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല, കാരണം ജയിൽ